ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഒരു ഡിസൈൻ കാണാം കേട്ടോ. ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസിൽ എങ്ങനെയാണ് നമുക്ക് നല്ല സിമ്പിളായിട്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഡിസൈൻ നോക്കാം കേട്ടോ. ഈ ഒരു ഡിസൈൻ ഞാൻ ചെയ്തെടുക്കുന്നത് നോർമൽ നീഡിലും അതേപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ത്രെഡും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതേപോലെ ട്യൂബ് ബീഡ്സ്, പിന്നെ ഇതേ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ട്യൂബ് ബീഡ്സും അതേപോലെ തന്നെ ഷുഗർ ബീഡ്സും ഞാൻ ആൻറ്റിക്കിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ചെറിയ സൈസുള്ള കുണ്ടൻ സ്റ്റോൺസും, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫാബ്രിക് ഗ്ലൂവും, പിന്നെ അതേപോലെ തന്നെ നല്ല മാച്ചിങ് ആയിട്ടുള്ള നൂലും കൂടി എടുക്കാം കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ബ്ലൗസിലേക്ക് ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഞാനിത് ചെയ്യുന്നത് നോർമൽ നീഡിൽ വെച്ചാണ്. നീഡിൽ നമ്പർ 12 ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സ്ലീവ്സൊക്കെ ഇതേപോലെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ഒന്ന് അഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ബാക്ക് നെക്കിൽ നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ നൂലൊക്കെ ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഇതേപോലെ അടിവശത്ത് നിന്ന് മേലേക്കായിട്ട് ഒന്ന് നമ്മൾ എടുക്കുക. എന്നിട്ട് വീണ്ടും അത് അടിവശത്തേക്ക് തന്നെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നമ്മൾ അടിവശത്ത് നിന്ന് മേലേക്ക് ആക്കിയിട്ട് ഇതൊന്ന് കെട്ടിട്ട് കൊടുക്കാനായിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള 2 ബീഡ്സ് ആണ്. അത് ഇതേപോലെ ഈ ഒരു സൂചിയുടെ ഉള്ളിലേക്ക് കൂടെ കയറ്റിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ആ ഒരു സ്ഥലത്തായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ആ ഒരു സൂചി ഇതേപോലെ താഴത്തേക്ക് ആക്കിയിട്ട് ആ നൂല് നന്നായിട്ടൊന്ന് വലിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ 2 ബീഡ്സ് എടുക്കുക. അത് ഞാനിപ്പോൾ ചെയ്യുന്ന മോഡൽ ഒരു വി ഷേപ്പിലാണ്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഇതേപോലെ ഒന്ന് വെച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു സൂചി ഇതേപോലെ താഴത്തേക്കാക്കി വലിച്ച് കൊടുക്കുക. ആ ഒരു സമയത്ത് അവിടെ നിന്ന് നമ്മൾ ആ ഒരു 2 ബീഡ്സ് പ്രസ് ചെയ്ത് പിടിക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു ബീഡ്സ് ഒന്ന് ടൈറ്റായി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ ലൂസായിട്ടാവട്ടോ നിൽക്കുക. അപ്പോൾ അതൊന്നും ഒഴിവാക്കാനായിട്ട് ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ഒരു 2 ബീഡ്സ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പിടിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് നമ്മുടെ നെക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ള 2 ബീഡ്സ് ആൻറ്റിക്കിൻ്റെ 2 ബീഡ്സ് ആണ് കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്നൊന്നും കളറൊന്നും പോവില്ല. അപ്പോൾ ഇങ്ങനത്തെ എടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. സാധാരണ നമ്മളൊരു ബ്രൈഡൽ ബ്ലൗസൊക്കെ പുറത്ത് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ നല്ല റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ പോലും 1000, 1500 തൊട്ടിട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ വർക്കിനനുസരിച്ചിട്ട് റേറ്റും കൂടാറുണ്ട്. ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ നമുക്ക് ഏത് ഡിസൈൻ ആയാലും എത്ര ആരി വർക്ക് അറിയാത്തവരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഒട്ടും തന്നെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും അറിയാത്തവർക്കാണെങ്കിൽ പോലും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് കട്ട് ബീഡ്സ്, അതേപോലെ തന്നെ ഷുഗർ ബീഡ്സ്, സ്റ്റോൺസ്, ഇതൊക്കെ നമ്മൾ കുറച്ച് മേടിച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് റഫായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ നല്ല തുണിയിൽ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ബാക്ക് നെക്ക് ഫുള്ളായിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ പകുതി മാത്രം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ബീഡ്സ് നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ വി ഷേപ്പിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഒരു ഭാഗം എന്തായാലും നമ്മുടെ സാരിയുടെ പ്ലീറ്റ് വെച്ചിട്ട് അത് മറഞ്ഞു പോകും. അപ്പോൾ ആ ഒരു സൈഡ് ചെയ്യണമെന്ന് ഇല്ല. ഇനി നമുക്കിത് ലാസ്റ്റ് ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് സൂചി ഒന്ന് പതുക്കെ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് അവിടെ ഒന്ന് കെട്ടും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെയും ഇതുപോലെ ആ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതേപോലത്തെ ഷുഗർ ബീഡ്സ് ആണ്. അപ്പോൾ ഇത് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം ഇതൊന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ ഷുഗർ ബീഡ്സും ആ ഒരു താഴത്തായിട്ട് ഇതേപോലെ ഒന്ന് തുന്നിപ്പിടിപ്പിക്കുക കേട്ടോ. ആദ്യം താഴത്തുനിന്ന് ഇതേപോലെ സൂചി എടുക്കുക. എന്നിട്ട് ഒരു ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴത്തേക്ക് വീണ്ടും ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ ഒന്ന് മേലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഷുഗർ ബീഡിൻ്റെ ഉള്ളിൽ കൂടുന്ന് വേണം വീണ്ടും നമ്മൾ ഇത് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് കെട്ടിക്കിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് തന്നെ ഈ ഒരു നെക്കിൻ്റെ ഫുൾ ഭാഗത്തായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷുഗർ ബീഡ്സും ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പിടിക്കുക കേട്ടോ. എന്നാലാണ് ഒന്നുകൂടി നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ വീഴാറായിട്ട് അല്ലെങ്കിൽ ലൂസായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്കത് കാണാനായിട്ട് കുറച്ച് വൃത്തികേടായിരിക്കും. അപ്പോൾ അതൊന്നും ഒഴിവാക്കാനായിട്ട് ഇതേപോലെ നമ്മളൊന്ന് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് 2 തവണ ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ഷുഗർ ബീഡ്സ് ഇതേപോലെ താഴത്ത് മാത്രമാണ് കേട്ടോ പിടിപ്പിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേലത്തെ ആ ഒരു ഗ്യാപ്പിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ബ്ലൗസിന് ഒരു ഹെവി ലുക്കാണ് ഉണ്ടാവുക. ഈ ഒരു ഷുഗർ ബീഡ്സും ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ്സിലൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സ്ലീവ്സൊക്കെ ഒന്ന് അയച്ചിടണം. അതിനുശേഷം എത്രയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അവരുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് നമുക്കിതുപോലെ ചോക്കോ അല്ലെങ്കിൽ ഒരു പെൻസിൽ വെച്ചിട്ട് 2 സൈഡിലും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് നെക്കിൽ ചെയ്ത അതേ ഡിസൈൻ തന്നെ ഇവിടെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. 2 ബീഡ്സ് ഇതേപോലെ വി ഷേപ്പിൽ നമുക്ക് ഒന്ന് തുന്നി പിടിപ്പിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു 2 ബീഡ്സ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാനായിട്ട് മറക്കരുത്. അതിനുശേഷം ഷുഗർ ബീഡ്സും ഈ ഒരു 2 ബീഡ്സിൻ്റെ മേലെയായിട്ട് ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക. 2 തവണ കെട്ടിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാനായിട്ട് മറക്കരുത്. അങ്ങനെ ഇതേപോലെ തന്നെ 2 സ്ലീവ്സിൻ്റെ അറ്റത്തായിട്ടും ഈ ഒരു വർക്ക് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ഒരു ഡിസൈനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ബാക്ക് നെക്കിലും അതേപോലെ തന്നെ ഫ്രണ്ട് നെക്കിൽ സ്ലീവ്സിലൊക്കെ ഇതേപോലെ സ്റ്റോൺസ് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഇതേപോലെ നമുക്ക് വേണ്ടത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഇത് നമുക്ക് ഏത് ടൈലറിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോൺസൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം പശ ഇതേപോലെ നമ്മൾ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഓരോ സ്റ്റോൺസ് ആയിട്ടൊന്ന് അതിന് മേലേക്ക് വെച്ചെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ആദ്യം ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം ഒരു ഷുഗർ ബീഡ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും പശ തേച്ചു. എന്നിട്ട് ആ ഒരു സ്ഥലത്താണ് ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇടവിട്ട സ്ഥലങ്ങളിലായിട്ടാണ് ഇതേപോലെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റിയിട്ടും അല്ലെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു സ്റ്റോൺ ഒട്ടിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആ സ്ക്വയർ ഷേപ്പിൽ ഒട്ടിക്കാതെ ഒന്ന് ചെരിച്ചിട്ട് ഒരു ഡയമണ്ട് ഷേപ്പിൽ ഒട്ടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്ക് നെക്ക് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് ഇടവിട്ട ഭാഗങ്ങളിലായിട്ട് ഇതേപോലെ ഈ ഒരു പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതൊരു വർക്കും ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ഷമയാണ് കേട്ടോ. ക്ഷമയോടെ ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊരു വർക്കും നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്കിത് ഇതേപോലെ ഈ ഒരു സ്റ്റോൺസ് ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ബാക്ക് നെക്കിൽ ഫ്രണ്ട് നെക്കിൽ അതുപോലെ തന്നെ 2 സ്ലീവ്സിലും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുന്തൻ സ്റ്റോൺസ് നമുക്ക് ഇതേപോലെ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ മാത്രമല്ല കേട്ടോ, പല ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബാക്ക് നെക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തത് ഉണങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് നെക്കും നമുക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവ്സും അതെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ലീവ്സിൻ്റെ അടിവശത്ത് മാത്രമായിട്ടാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മേൽഭാഗത്ത് ഇതേപോലെ അതേ കുറച്ചിങ്ങനെ ഗ്യാപ്പായിട്ട് കിടക്കല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഈ ഒരു വർക്ക് വേണ്ടത് ആ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ചോക്കോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു പെൻസിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ആ ഒരു പെൻസിൽ വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ 2 ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. 2 ബീഡ്സ് ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും ഒരു വി ഷേപ്പിൽ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ 2 വട്ടം ഒന്ന് കെട്ടിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. എന്നാൽ മാത്രമേ അതൊന്ന് ടൈറ്റായിട്ട് അവിടെ നിൽക്കുള്ളൂ. നന്നായിട്ട് കെട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു വി പോലെ വരുന്ന ഭാഗത്തായിട്ട് ഇതേപോലെ നമുക്ക് ഫാബ്രിക് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിലായിട്ട് ഇതേപോലെ നമ്മുടെ ആ ഒരു സ്റ്റോണും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി സ്റ്റോണ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം അതിന് മേലെയായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഷുഗർ ബീഡ്സും കൂടി ഒന്ന് തുന്നി പിടിപ്പിക്കാം. ഇപ്പോൾ 2 തവണ അല്ലെങ്കിൽ 3 തവണ ഒന്ന് കെട്ടിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ഒന്ന് ചെയ്തെടുക്കാം. ആദ്യം 2 ബീഡ്സ്, അതിനുശേഷം നമ്മൾ കുന്തൻ സ്റ്റോൺ ഒട്ടിക്കുക. അതിന് മേലെയായിട്ട് ഇതേപോലെ ഒരു ഷുഗർ ബീഡും കൂടി ഒന്ന് തുന്നി പിടിപ്പിക്കുക. ഈ ഒരു രീതിയിൽ 2 സ്ലീവ്സിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. ഇതാണ് കേട്ടോ ഈ ഒരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള വർക്കാണ്. ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്കും കൂടിയാണ് കേട്ടോ അത്. ആരി വർക്ക് അറിയാത്തവരായിക്കോട്ടെ, ഇനി ഒട്ടും തന്നെ ഡിസൈൻ ഒന്നും അറിയാത്തവർക്കായാലും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണിത്. അതുപോലെ തന്നെ ഞാനിത് ചെയ്തെടുത്തിട്ട് നോർമലായിട്ടുള്ള നീഡിൽ വെച്ചിട്ടും അതേപോലെ തന്നെ നോർമൽ ത്രെഡും വെച്ചിട്ടാണ് കേട്ടോ. സ്ലീവ്സിൽ ആ ഒരു ചെറിയ ഡിസൈൻസ് വരുന്നത് കൊണ്ട് അതും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ. വർക്കൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞതിന് ശേഷം 2 സ്ലീവ്സും ഞാൻ ഇതേപോലെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്.